ദേശീയപാത അതോറിറ്റിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ കടുത്ത വിമർശനത്തോടെ സുപ്രീം കോടതി തള്ളി. പൗരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ പണം നൽകേണ്ടതില്ലെന്ന് വിധിച്ചു. രൂക്ഷ വിമർശനമുയർത്തിയാണ് പാലിയേക്കര ടോൾ പ്ലാസ കേസിൽ ദേശീയപാത അതോറിറ്റിയുടെയും കരാറുകാരന്റെയും അപ്പീൽ സുപ്രീം കോടതി തള്ളിയത്. ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികൾ തുടരണം. കെടുകാര്യസ്ഥതയുടെ പ്രതീകമാണ് ഗട്ടറുകളും കുഴികളും നിറഞ്ഞ റോഡ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കാൻ പൗരന്മാർ കൂടുതൽ പണം നൽകേണ്ടതില്ല. പൗരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ബ്ലാക്ക് സ്പോട്ടുകളുടെയും അടിപ്പാതകളുടെയും നിർമ്മാണത്തിന്റെ ഉപകരാർ PST എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്കാണെന്നും ഈ കമ്പനി പണി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കരാർ കമ്പനിയായ ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് വാദം ഉന്നയിച്ചിരുന്നു. ഈ വാദം അംഗീകരിച്ച കോടതി ഉപകരാറുള്ള PST എഞ്ചിനീയറിംഗിനെ ഹൈക്കോടതിയിലെ കേസിൽ കക്ഷിയാക്കാനും ഉത്തരവിട്ടു. ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും നീങ്ങുന്ന സാഹചര്യത്തിൽ നിലവിലെ ഉത്തരവ് മാറ്റാൻ കക്ഷികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.